ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈലാഞ്ചി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ആകെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി. ഷുഗറും ചായപ്പൊടി, പിന്നെ പെരിഞ്ജീരകം. ജീരകം 2 തരത്തിലുള്ളതായാലും കുഴപ്പമില്ല. അത് 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം പിന്നെ നമ്മൾ വേറൊന്നിനും ഉപയോഗിക്കാത്തതായിരിക്കണം. കാരണം അത് ചിലപ്പോൾ നമുക്ക് പിന്നെ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും കരി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അത് കരി പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ അത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നൊരു ബോട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കല്ല് വെക്കണം. ടൈല് പോലത്തെ ഒരു കല്ല്, അതിൻ്റെ മേലെ വേണം നമ്മളൊരു പാത്രം വെക്കാൻ വേണ്ടി, ചെറിയ പാത്രം. അതിൻ്റെ ചുറ്റുമാണ് ഈ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു കട്ടിയുള്ള പാത്രം വെക്കുകയാണ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിട്ട് ഇടണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം വെക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ളതാവണ്ട. ഈ മിൽക്ക് മെയ്ഡ് പോലത്തൊക്കെ ഒഴിവാക്കുന്ന പാത്രങ്ങളുണ്ടാവുമല്ലോ, അതുപോലത്തത് വെച്ചാൽ മതി. ആ ടൈൽസിൻ്റെ മുകളിലായിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ കത്തിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ മേലിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടായി വരും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് 2-3 ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ കത്തിക്കുക. എന്നിട്ട് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെക്കണം. എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല വെള്ളം കിട്ടിയിട്ടുണ്ടാകും, നല്ല ചുവപ്പ് കളറിൽ. അത് നമുക്ക് അതിനാവശ്യമായ വെള്ളത്തിനാവശ്യമായ മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നഖത്തിലിട്ടാൽ ആ നഖം പോകുമ്പോഴേ നമുക്ക് ആ കളറ് പോകുള്ളൂ. കാരണം അത്രയും നല്ല മെറൂൺ കളറായിട്ട് കിടക്കും. മൈലാഞ്ചി നല്ല ചുവപ്പ് നിറത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.